ഹലോ എവ്രി വൺ, വെൽക്കം ടു കാറക്സ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ദീപക്. നമ്മൾ ഇന്നിപ്പോ വന്നിരിക്കുന്നത് ടോപ്പ് 5 കാർസ് അണ്ടർ 25 lakhs. അതായത് 25 lakhs ആ ഒരു ബജറ്റിൽ നോക്കുന്നവർക്ക് ഒരു 5 കാർസിന്റെ ഒരു ലിസ്റ്റ് ആയിട്ടാണ് ഞാനിപ്പോ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മളിപ്പോ ഒരു ഗീവ് അവേ നമ്മൾ ലാസ്റ്റ് വീക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഗീവ് അവേയുടെ ഒരു ഡീറ്റെയിൽസ് ഒന്നുകൂടെ ഞാനിപ്പോൾ ഷെയർ ചെയ്യാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 1 lakh സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴത്തേക്കും 2 ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഇത് കൂടാതെ 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴത്തേക്കും 2 കാറാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ഈ ഒരു ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ: നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അതിനൊപ്പം തന്നെ നമ്മുടെ ഈ വീഡിയോസിലെല്ലാം നല്ല ആക്റ്റീവായിട്ട് കമന്റുകൾ ഇടുക. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമേ തന്നെ നമുക്ക് മഹേന്ദ്ര താർ റോക്സ് ഇപ്പൊ റീസെന്റ് ലോഞ്ച് ആയ വെഹിക്കിൾ ആണ്. അപ്പൊ ഈ ഒരു വെഹിക്കിളിന്റെ ഒരു എക്സ്ഷോറൂം പ്രൈസ് വളരെ അട്രാക്റ്റീവ് ആയിട്ടൊരു പ്രൈസ് റേഞ്ച് വന്ന ഒരു വെഹിക്കിൾ ആണ്. അതിന്റെ ഒരു മെയിൻ ഘടന തന്നെ ഈ പ്രൈസ് റേഞ്ച് ആയിരുന്നു. 12.99 ആണ് പെട്രോൾ ബേസ് വേരിയന്റിന്റെ ഒരു എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത്. ഡീസൽ വന്നിട്ട് 13.99 ആണ് കമ്പനി പറഞ്ഞത്. അപ്പൊ ഈ ഒരു MX1 മുതലാണ് വേരിയന്റുകളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് 6 വേരിയന്റോളം വെഹിക്കിളിന് വരുന്നുണ്ട്. അപ്പൊ ഈ ഇതില് MX1 ഡീസൽ റിയർ വീൽ ഡ്രൈവ് നമുക്കൊരു എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 17 ലക്ഷം രൂപ മുതലൊക്കെ ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. അപ്പൊ ഇതിലിപ്പോ ഞാനിപ്പോ പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 4 വേരിയന്റ് ഞാനത് സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്തുനിന്ന് നമുക്ക് ഈ 25 lakhs വരുന്നത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ കമ്പനി ഇപ്പൊ 4 വീൽ ഡ്രൈവിന്റെ പ്രൈസ് ഒന്നും വന്നിട്ടില്ല. അപ്പം ഇതിലിപ്പോ റിയർ വീൽ ഡ്രൈവിന്റെ പ്രൈസ് ആണ് ഞാനിപ്പോ ഈ പറയുന്നത്. അതിൽ നമുക്ക് AX7 ലക്ഷറി എന്ന് പറയുന്ന ഒരു വേരിയന്റ് ഉണ്ട്. ആ വേരിയന്റ് ടോപ്പ് എൻഡ് വേരിയന്റ് തന്നെയാണ്. അതിൽ ഡീസൽ മാനുവൽ ട്രാൻസ്മിഷൻ വരുന്ന വേരിയന്റിന് വരുന്നത് 23,57,000. ഇതൊരു അപ്രോക്സിമേറ്റ് റേറ്റ് ആണ്, ഏകദേശം ഒരു റേറ്റേ ഞാൻ പറയുന്നുള്ളൂ. ഇതൊന്നും ചിലപ്പോൾ കൂടാനും കുറയാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു ഏകദേശം റേറ്റ് ആയിട്ട് നിങ്ങൾ കണ്ടാൽ മതി. പിന്നെ നമുക്ക് AX5 എന്ന് പറയുന്ന ഒരു വേരിയന്റ് തൊട്ട് താഴെ വരുന്ന ഒരു വേരിയന്റ് ഉണ്ട്. അതും ഡീസൽ തന്നെയാണ്, അത് ഓട്ടോമാറ്റിക് ആണ്. അപ്പൊ അതിൽ വന്നിട്ട് നമുക്ക് ഈ ഒരു സെയിം പ്രൈസ് തന്നെയാണ് അതിലും വരുന്നത്. AX5 ലക്ഷറിയിലും ഈ ഒരു സെയിം പ്രൈസ് തന്നെയാണ്. 23 lakhsോളം പ്രൈസ് വരുന്നുണ്ട് അതിനും. പിന്നെ നമുക്ക് MX5 ഡീസൽ ഓട്ടോമാറ്റിക്. ഈ MX5 എന്ന് പറയുന്ന ഒരു മിഡ് വേരിയന്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് ഈ ഒരു MX5 വരുന്നുണ്ട്. അതും 2 വീൽ ഡ്രൈവ് തന്നെയാണ്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ. അതിൽ നമുക്ക് ഓട്ടോമാറ്റിക് വരുന്നത്, ഡീസലിൽ ഓട്ടോമാറ്റിക് വരുന്നത് 2296 ആണ് ആ ഒരു ഓൺ റോഡ് പ്രൈസ് ആ ഒരു വേരിയന്റിന്റെ വരുന്നത്. പിന്നെ ഈ MX5 തന്നെ മാനുവൽ ട്രാൻസ്മിഷൻ വരുന്നുണ്ട്. അത് വരുമ്പോഴത്തേക്കിനും 21,13 ആണ് നമുക്കൊരു ഓൺ റോഡ് പ്രൈസ് വരുന്നത്. പിന്നെ ഈ ഒരു നമ്മുടെ ഈ ഒരു താറിന്റെ ഒരു വലിയൊരു ഹൈലൈറ്റ് വേറൊരു കാര്യം എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ MX1 മുതൽ തന്നെ കമ്പനി ഒരുമാതിരിപ്പെട്ട ഫീച്ചേഴ്സ് എല്ലാം കൊടുക്കുന്നുണ്ട്. അതായത് ബേസ് വേരിയന്റ് മുതൽ തന്നെ കമ്പനി അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് എല്ലാം കൊടുക്കുന്നുണ്ട്. ഈവൻ പുഷ് സ്റ്റാർട്ട് ബട്ടൺ വരെ സ്റ്റാൻഡേർഡ് ആയിട്ട് കമ്പനി കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ നമുക്ക് ABS, EBD അങ്ങനെയുള്ള ഫീച്ചേഴ്സ്, പിന്നെ എയർ ബാഗ്സ് കൊടുത്തിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ആയിട്ട് 6 എയർ ബാഗ്സ് വെഹിക്കിളിന് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ AX7 ലക്ഷറിയിൽ നമുക്ക് 10.25 ഇഞ്ചിന്റെ ആ ഡിജിറ്റൽ സ്ക്രീനും ഇവിടെ ഒരു ടച്ച് സ്ക്രീനും നമുക്ക് 10.25 ഇഞ്ചിന്റെ ഇൻഫർടൈൻമെന്റും ഒക്കെ വരുന്നുണ്ട്. പിന്നെ അതിനകത്ത് 9 സ്പീക്കർ സിസ്റ്റം വിത്ത് ഹർമൻ കാർഡിന്റെ സബ് വൂഫർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ അങ്ങനെയുള്ള എല്ലാം വരുന്നുണ്ട്. പിന്നെ തൊട്ട് താഴെയുള്ള നമ്മൾ ഈ പറഞ്ഞ AX5 അല്ലെ MX5 ആണെങ്കിലും 10.25 ഇഞ്ചിന്റെ തന്നെ ടച്ച് സ്ക്രീൻ ആണ് വരുന്നത്. മറ്റേതിനകത്താണെങ്കിൽ HD ഒരു ടച്ച് സ്ക്രീൻ ആണെന്നുള്ളതേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു വ്യത്യാസമേ വരുന്നുള്ളൂ. പിന്നെ മീറ്റർ കൺസോളിലോട്ട് വരുമ്പോഴത്തേക്കും AX5 വരുമ്പോഴത്തേക്കും നോർമൽ നമ്മുടെ അനലോഗ് മീറ്റർ ആയിരിക്കും എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ, പിന്നെ 19 ഇഞ്ച് വീൽസ് ആണ് ടോപ്പ് എൻഡിൽ വരുന്നത്. ബാക്കിയുള്ള തൊട്ട് താഴെയുള്ള ട്രിമ്മുകളിലെല്ലാം 18 ഇഞ്ചാണ് വരുന്നത്. പിന്നെ പ്രൊജക്ടർ ഹെഡ് ലാംപ്സ്, LED പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് ബേസ് വേരിയന്റ് പോലെ തന്നെ വെഹിക്കിളിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു റോക്സിന്റെ ഒരു പവർ ഫിഗേഴ്സ് എന്ന് പറയുന്നത് 150 bhp 330 Nm ടോർക്കുമാണ് വെഹിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഡീസലിന്റേത്. ഈ വെഹിക്കിൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഡീസൽ എഞ്ചിൻ നമ്മുടെ 2.2 ലിറ്റർ MHOK എഞ്ചിൻ തന്നെയാണ് മഹേന്ദ്രയിൽ എപ്പോഴും നമ്മൾ മറ്റുള്ള വെഹിക്കിൾസിലൊക്കെ കാണുന്ന ഒരു ആ ഒരു എഞ്ചിൻ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ റോക്സിന്റെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ സ്കോർപിയോ എന്റെ സെയിം പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു വെഹിക്കിൾ വന്നിരിക്കുന്നത്. മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കൾട്ട് പ്രോപ്പർ SUV നമുക്ക് കിട്ടും. നമ്മളെപ്പോഴും പറയുന്ന പോലെ കോമ്പാക്ട് SUV അങ്ങനെ ഒരു സംഭവമല്ല ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നത്. അതൊരു വലിയൊരു കാര്യമാണ്. പ്രോപ്പർ ലാഡ്രോൺ ഫ്രെയിം ഷാസിസിൽ വരുന്ന ഒരു പ്രോപ്പർ SUV തന്നെ നമുക്ക് കിട്ടും. പോരാതെ 5 സീറ്റർ ആണ്. നല്ല ഒരു ബൂട്ട് സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഓൾമോസ്റ്റ് 440 സംതിങ്ങോളം ആണ് ബൂട്ട് സ്പേസ് വെഹിക്കിളിന് വരുന്നത്. അപ്പം അങ്ങനെ മൊത്തത്തിൽ നമുക്ക് നോക്കി കഴിയുമ്പോഴത്തേനും ഒരു കമാൻഡിങ് പൊസിഷൻ, സീറ്റിംഗ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു വെഹിക്കിൾ
വെഹിക്കിളിൽ വരുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള മൊത്തത്തിലുള്ള രീതി നോക്കുമ്പോഴത്തേക്കും താർ റോക്സ് നമുക്കൊരു നല്ലൊരു ബൈ ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോ നമുക്ക് അടുത്ത ഒരു വെഹിക്കിൾ എന്ന് പറയുന്നത് ടാറ്റ കർവ് ആണ് വരുന്നത്. ടാറ്റ കർവ് നമുക്ക് 2 ബാറ്ററി പാക്ക് വരുന്നുണ്ട്. 45 വാട്ടിന്റെയും വരുന്നുണ്ട്, 55 വാട്ടും വരുന്നുണ്ട്. അതിൽ 55 വാട്ട് ടോപ്പ് എൻഡ് വേരിയന്റ് നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് കിട്ടുന്നുണ്ട്. 25 ആവുന്നില്ല, നമുക്കൊരു 23.25 ലാക്സോളം നമുക്ക് ടോപ്പ് എൻഡ് ഓൺ റോഡ് പ്രൈസ്, ഏകദേശം അപ്രോക്സിമേറ്റ് പ്രൈസ് നമുക്ക് ഈ ഒരു വെഹിക്കിൾ നമുക്ക് കിട്ടും. എംപവേർഡ് പ്ലസ് എ എന്ന് പറയുന്ന 55 വാട്ടിന്റെ ടോപ്പ് എൻഡ് വേരിയന്റ് നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ച് കിട്ടുന്നതാണ്. കർവ് 45 വാട്ടിന്റെ ആ ഒരു വെഹിക്കിൾ, ബാറ്ററി പാക്ക് വരുന്ന വെഹിക്കിൾ ആണെങ്കിൽ നമുക്കൊരു എനിക്ക് തോന്നുന്നു 18.55 മുതൽ തന്നെ ഓൺ റോഡ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോ ഒരു അണ്ടർ 25 ആയതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ ടോപ്പ് എൻഡ് വേരിയന്റ് മാത്രമായിട്ട് എടുത്ത് പറയുന്നത്. പിന്നെ ഇതിന്റെ ഒരു പവർ ഫിഗർ എന്ന് പറയുന്നത് 165 BHP 215 Nm ടോർക്കും ആണ് വെഹിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മറ്റേ 45 വാട്ട്സിന്റെ ആണെങ്കിലും 150 BHP 215 Nm ടോർക്കും തന്നെയാണ്. ഒരു 10-15 BHP ഒരു കുറവേ വരുന്നുള്ളൂ. നമുക്ക് കർവിൽ വരുന്ന ഒരു റേഞ്ച് എന്ന് പറയുന്ന കമ്പനി ക്ലെയിം ചെയ്യുന്നത് 585 കിലോമീറ്റർ ആണ്. പിന്നെ ടാറ്റന്റെ ഒരു മൊത്തമുള്ള ഒരു ഡേറ്റ ഒക്കെ എടുത്തിട്ട് അനലൈസ് ചെയ്ത ഒരു കിലോമീറ്റർ കമ്പനി തന്നെ പറയുന്നുണ്ട്. അതൊരു നമുക്ക് റിയൽ ടൈം കിട്ടുന്ന ഒരു മൈലേജ് കമ്പനി പറയുന്നുണ്ട്. അതൊരു 400-450 റേഞ്ച് ഒക്കെ തന്നെയാണ് പറയുന്നത്. അപ്പം അത് ടാറ്റയുടെ കയ്യിൽ ഇത്രയും നാളുള്ള നമ്മുടെ ഇപ്പൊ നെക്സോണും അങ്ങനെയുള്ള മറ്റുള്ള EV വെഹിക്കിൾസ് ഒക്കെ ഇറങ്ങിയപ്പോൾ അവർക്കൊരു നമ്മുടെ ഒരു ഇന്ത്യൻ ഡ്രൈവിംഗ് സ്റ്റൈലൊക്കെ വെച്ചിട്ട് അവരൊരു കാൽക്കുലേറ്റ് ചെയ്ത ഒരു ഫിഗറാണ് പറയുന്നത്. ഏകദേശം ചിലപ്പോൾ അതിൽ കൂടുതൽ കിട്ടിയേക്കാം. അതൊക്കെ നമ്മുടെ ഒരു ഡ്രൈവിംഗ് സ്റ്റൈലും ഒക്കെ അനുസരിച്ചിരിക്കും. ഈ റേഞ്ചിന്റെ കാര്യത്തിൽ നമുക്ക് നമ്മുടെ നോർമൽ വെഹിക്കിൾസിൽ മൈലേജ് കിട്ടുന്ന പോലെ തന്നെയാണ് ഇതിനകത്തെ കാര്യവും അങ്ങനെ തന്നെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ ഇതിന്റെ ഒരു ഫീച്ചേഴ്സിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ADAS ലെവൽ 2 ഫീച്ചേഴ്സ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് പാനോറമിക് സൺറൂഫ് വരുന്നുണ്ട്, ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ABS, EBD, 6 എയർ ബാഗ്സ്, ഫോർവേഡ് കൊളിഷൻ വാർണിംഗ്, ഹൈ ബീം അസിസ്റ്റ്, ലെയിൻ കീപ്പ് അസിസ്റ്റ്, ഇങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും. ഇന്റീരിയർ സ്പേസ് ആണെങ്കിലും നല്ലൊരു സ്പേസ് ഉണ്ട്. നമ്മുടെ ചാനലിൽ തന്നെ കർവിന്റെ ഒരു നമ്മുടെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ വീഡിയോ കിടപ്പുണ്ട്. ഞാനത് നമ്മുടെ ഐകാർഡിൽ കൊടുത്തേക്കാം. അപ്പൊ കർവിന്റെ ഇത്രയാണ് ഡീറ്റെയിൽസ്. ഇത് നമുക്ക് XUV700 ആണ് വെഹിക്കിൾ വരുന്നത്. അതിൽ നമുക്ക് AX7 മാനുവൽ ട്രാൻസ്മിഷൻ നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. ഏകദേശം നമുക്ക് ഓൺ റോഡ് ഒരു 24.79 ആ ഒരു റേഞ്ചിൽ നമുക്ക് ഓൺ റോഡ് നമുക്ക് ഈ ഒരു വേരിയന്റ് ഇറക്കാൻ പറ്റും. മാനുവൽ ട്രാൻസ്മിഷൻ ആണ്. പിന്നെ നമുക്ക് AX5 ഓട്ടോമാറ്റിക് വരുന്നുണ്ട്. AX5 സെലക്ട് എന്ന് പറയുന്ന ഒരു വേരിയന്റ് ഓട്ടോമാറ്റിക്കലി വരുന്നുണ്ട്. പിന്നെ AX5 തന്നെ മാനുവൽ ട്രാൻസ്മിഷൻ. ഇത്രയും വേരിയന്റാണ് ഞാൻ ഈ ഒരു 25 lakhsൽ വരുന്ന ഒരു വേരിയൻസ് ഞാനിപ്പോൾ സെലക്ട് ചെയ്തെടുത്തത്. അതിൽ നമുക്ക് ഈ AX5 ഓട്ടോമാറ്റിക് ഡീസൽ വരുന്നത് ഒരു 24.67 ആണ് നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. പിന്നെ AX5 ഓട്ടോമാറ്റിക് സെലക്ട് എന്ന് പറയുന്ന ഒരു വേരിയന്റ് വരുന്നുണ്ട്. അതിൽ നമുക്ക് ഒരു ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് 23.57 ആണ് അതിന്റെ ഒരു ഓൺ റോഡ് പ്രൈസ് വരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ AX5ന്റെ തന്നെ മാനുവൽ ട്രാൻസ്മിഷൻ അത് വരുമ്പോഴത്തേക്കിനും 23.33 ആണ് നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇതിലെ നമുക്ക് ഫീച്ചേഴ്സ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ 10.25 ഇഞ്ചിന്റെ സ്ക്രീന് കാര്യങ്ങളൊക്കെ വരുന്നത്, ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, ADAS ലെവൽ 2 ഫീച്ചേഴ്സ് അതൊക്കെ ടോപ്പ് എൻഡ് വേരിയന്റിൽ വരുന്നതാണ്. പിന്നെ ഞാൻ ഈ ഇത്രയും വേരിയന്റ് വരുന്നുണ്ട്, ഇതിന്റെ എല്ലാം ഈ വേരിയന്റുകൾക്കെല്ലാം എന്തൊക്കെ ഫീച്ചേഴ്സ് വരുന്നുണ്ടെന്നുള്ള എടുത്ത് പറയാത്ത ഒത്തിരി ലോങ് ആയിപ്പോവും. പൊതുവിൽ നമുക്ക് XUV700 വരുന്ന ഫീച്ചേഴ്സ് ആണ് ഈ പറഞ്ഞ് ഞാൻ പോകുന്നത്. കാരണം പിന്നെ AX7 നമ്മൾ ടോപ്പ് എൻഡ് വേരിയന്റ് നമ്മൾ പറയുന്നുണ്ട്. ഇതിന്റെ തൊട്ട് മുകളിലൊരു വേരിയന്റ് ഉണ്ട് AX7 ലക്ഷറി എന്ന് പറയുന്നത്. അപ്പൊ ഇതില് നമുക്ക് വരുന്ന ഒരു ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് അടിസ്ഥാനമായിട്ട് നമുക്ക് പാനോറമിക് സൺറൂഫ് ഒക്കെ വരുന്നുണ്ട് വെഹിക്കിളിൽ, ABS, EBD അങ്ങനെയുള്ള 6 എയർ ബാഗ്സ് അങ്ങനെയുള്ള എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും നമുക്ക് വെഹിക്കിളിൽ വരുന്നുണ്ട്. പവർ ഫിഗേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ 152 BHP 420 Nm ടോർക്കുമാണ് വെഹിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 2.2 ലിറ്റർ CRD എഞ്ചിൻ തന്നെയാണ് വെഹിക്കിളിൽ വരുന്നത്. ഇപ്പൊ XUVയുടെ ഞാനിപ്പോ എല്ലാം ഡീസൽ വേരിയൻസ് ആണ് ഞാൻ ഈ പറയുന്നത്. പെട്രോൾ വേരിയൻസും വരുന്നുണ്ട് വെഹിക്കിളിന്. ഞാൻ പിന്നെ കൂടുതൽ ആളുകൾ പ്രിഫർ ചെയ്യുന്ന ഒരു ഡീസൽ വേരിയൻസ് ആയതുകൊണ്ടാണ് ഞാനിപ്പോ ഡീസൽ വേരിയന്റ് മാത്രമായിട്ട് എടുത്ത് പറഞ്ഞത്. അടുത്ത വെഹിക്കിൾ എന്ന് പറയുന്നത് നമുക്ക് ഹുണ്ടായി ക്രെറ്റയാണ്. ഹുണ്ടായി ക്രെറ്റ ഈ ഒരു പ്രൈസ് റേഞ്ചിന് താഴെ തന്നെ നമുക്ക് കിട്ടും. പക്ഷെ എങ്കിലും ഞാൻ ഇതിൽ SX ഓപ്ഷൻ എന്ന് പറയുന്ന ടോപ്പ് എൻഡ് വേരിയന്റ് ഡീസലിന്റെ ഓട്ടോമാറ്റിക് നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ച് വരുന്നുണ്ട്. 24.59 ആണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അപ്രോക്സിമേറ്റ് പ്രൈസ് ആണ്. അപ്പൊ ഈ ഒരു പ്രൈസിൽ നമുക്ക് 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഗിയർ ബോക്സ് ആണ് ഈ ഒരു വെഹിക്കിളിൽ വരുന്നത്. CRD എഞ്ചിൻ ആണ് വരുന്നത്. 158 BHP 253 Nm ടോർക്കും ആണ് വെഹിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിന്റെ ഒരു N ലൈൻ സീരീസും
ഈ ഒരു റേഞ്ചിൽ തന്നെ നമുക്ക് കിട്ടും. ഇതിന് താഴെ വരുന്നത് 25 താഴെ നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് എൻലൈനും. പിന്നെ നമുക്ക് എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. 10.25 ഇഞ്ചിന്റെ സ്ക്രീന് കാര്യങ്ങൾ വരുന്നുണ്ട്. ADAS ഫീച്ചേഴ്സ് വരുന്നുണ്ട്. പാനോരമിക് സൺറൂഫ് വരുന്നുണ്ട്. ABS EBD അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും വെഹിക്കിളിൽ വരുന്നുണ്ട്. പിന്നെ അടുത്ത വെഹിക്കിൾ നമ്മുടെ ടൊയോട്ടയുടെ ഹൈക്രോസ് എന്ന് പറയുന്ന വെഹിക്കിളാണ്. അതിൽ GX എന്ന് പറയുന്ന ബേസ് വേരിയന്റ് നമുക്ക് നോൺ ഹൈബ്രിഡ് വേരിയന്റ് ആണ്. പെട്രോൾ എഞ്ചിനാണ്, 2 ലിറ്റർ, 173 bhpയും 209 Nm ടോർക്കും ആണ് വെഹിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഒരു വെഹിക്കിളിൽ നമുക്ക് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു 8 ഇഞ്ചിന്റെ ഒരു സ്ക്രീനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 4 സ്പീക്കേഴ്സ് വരുന്നുണ്ട്. അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം വെഹിക്കിളിൽ വരുന്നുണ്ട്. പവർ വിൻഡോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ABS വരുന്നുണ്ട്, EBD വരുന്നുണ്ട്, ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്, ഹിൽ ഹോൾഡ് വരുന്നുണ്ട് എന്നിവേണ്ട അങ്ങനെയുള്ള ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. 2 എയർ ബാഗ്സ് വരുന്നുണ്ട്. ഹൈക്രോസ് നമുക്ക് 7 സീറ്ററും 8 സീറ്ററും അവൈലബിൾ ആണ്. ഇതിന്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് 24.41 ആണ് നമ്മുടെ ഇതിന്റെ ഒരു ഓൺ റോഡ് പ്രൈസ് നമുക്ക് വെഹിക്കിളിന് വരുന്നത്. അപ്പൊ അത്രയാണ് നമുക്ക് പറയാനുള്ളത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ താങ്ക് യു സോ മച്ച്.